ഓവേർട്ട്, കോവേർട്ട്, മാലിഗ്നന്റ്, കമ്മ്യൂണൽ. അവൾ ഏത് ടൈപ്പ് നാർസിസ്റ്റ് ആണ് മെഹുന ആരംഭിക്കലാമ? ഓവേർട്ട് നാർസിസ്റ്റ് ആണെങ്കിൽ അവള് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, എന്നേക്കാൾ നല്ലത് ആരുമില്ല, എല്ലായിടത്തും ഞാനായിരിക്കണം ശ്രദ്ധാകേന്ദ്രം, എല്ലാവരും എന്നെ പ്രശംസിക്കണം എന്നൊരു ലൈൻ ആയിരിക്കും. അവൾക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവൾ നിന്നെ എടുത്ത് പഞ്ഞിക്കിടും. ഇനി കോവേർട്ട് നാർസിസ്റ്റ് ആണെങ്കിൽ അവൾ ഇൻട്രോവേർട്ട് ആയിരിക്കും. പബ്ലിക്കിലേക്ക് അധികം ഇറങ്ങാതെ അവളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ അവളുടെ കഥയിൽ അവൾ എപ്പോഴും പാവം വിക്ടിം ആയിരിക്കും. എല്ലാവരും അവളെ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. എക്സ് ടോക്സിക്, ഫാമിലി ടോക്സിക്. നീ രക്ഷകൻ വിജയ് ആയിട്ട് ഇറങ്ങും, പെടും. 3. മാലിഗ്നന്റ് നാർസിസ്റ്റ്. അവരവരുടെ സാമ്പത്തികവും ശാരീരികവുമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി മേൽ പറഞ്ഞ ഓവേർട്ട്, കോവേർട്ട് എന്നീ 2 നാർസിസവും കാണിക്കും. അവർക്ക് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ച് നിങ്ങളുടെ വേദന കണ്ട് ആസ്വദിക്കും. 4. കമ്മ്യൂണൽ നാർസിസ്റ്റ്. അവള് നാട്ടിലെ നല്ലവളായ ഉണ്ണിയായിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ പെർഫെക്റ്റ് ഭാര്യ, അമ്മ. പള്ളിയിൽ 3 നേരം മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കും. നാട്ടുകാർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കും, ചാരിറ്റി ചെയ്യും. എല്ലാം അറ്റൻഷനും പ്രശംസയ്ക്കും വേണ്ടി മാത്രം. വീട്ടിൽ ചെന്ന് ഡോർ അടച്ചു കഴിഞ്ഞാൽ സൈക്കോപാത്ത് ആയിരിക്കും. ആണുങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ്. പല പല മുഖമൂടികൾ, ഒരേ ഒരു പാറ്റേൺ. അതായത് നിന്നെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കുക. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.